ഓക്കെ, എന്താണ് ആദിദേവ്? ടെക്സ്റ്റ് ബുക്ക് എടുത്തില്ലേ മോനെ? ഓക്കെ, ടീച്ചറെ ഓ ടീച്ചറെ ചോദ്യം ചോദിക്കുന്ന പറഞ്ഞു. ആ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടാ. പഠിച്ച് നന്നായിട്ടാ വന്നതല്ലേ? എല്ലാം പഠിച്ച് മിടുക്കനായിട്ട് ഇരിക്കുന്നല്ലേ? ക്വസ്റ്റ്യൻ ചോദിക്കും എന്തായാലും. ഓക്കെ, നമുക്കിപ്പോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാമേ. ഓക്കെ, അപ്പൊ നോക്ക, ദേ ചേഞ്ച് അവർ വേൾഡ്. അവിടെ ഒരു വേർഡ് പസിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? പസിൽ. ഓക്കെ, നോക്ക, some inventions have made life easier for us. The names of the inventors of some such things and the year in which they invented them are given below. Fill in the names of the inventions. Okay, എന്താണത്? കുറച്ച് ഇൻവെൻഷൻസ് തന്നിട്ടുണ്ടല്ലേ? കുറെ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടല്ലേ? കുറെ ഇൻവെൻഷൻസ് ഉണ്ട്. അവിടെ കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്. അവിടെ ഒരു വേർഡ് പസിലും ഉണ്ട്. നമ്മളത് ഫില്ല് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഹിന്റ്സ് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ടല്ലേ? കുറെ ഇൻവെന്റേഴ്സിന്റെ നെയിം ഉണ്ട്, ഇൻവെന്റ് ചെയ്തിട്ടുള്ള ഇയർ ഉണ്ട്. ഓക്കെ, അപ്പോ നോക്ക, അക്രോസ് കൊടുത്തിട്ടുണ്ട്, ഡൗണും കൊടുത്തിട്ടുണ്ട് അല്ലേ? വേർഡ് പസിൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഇതിനു മുമ്പ്? അറിയില്ലേ? വേർഡ് പസിൽ എങ്ങനെയാ ചെയ്യാന്ന് അറിയില്ലേ? ഓക്കെ, ശ്രീദേവ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോ ഈ വേർഡ് പസിൽ നമ്മൾ ഫില്ല് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ കുറെ തിങ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ? അക്രോസ് കൊടുത്തിട്ട് നമ്പർ 1 ജെയിംസ് വാട്ട് 1769. then നമ്പർ 3 ആണല്ലേ? ജെയിംസ് ഇവാർഡ് 1892. 5 ഏലിയാസ് ഹോ 1846. കാൾ ബെൻസ് 1888 അല്ലെ? അക്രോസ് എന്നുള്ളതില് അതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ? എന്താ സൂര്യദേവ് ടെക്സ്റ്റ് എടുത്തില്ലേ മോനെ? ഓക്കെ, ലിസൺ. അപ്പോ നമ്മൾ ഈ ഹിന്റ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്യാണ് വേണ്ടത്. നമ്പർ 2 സോറി നമ്പർ 1 അക്രോസ് ആണ് അല്ലെ? അക്രോസ് എന്ന് വെച്ചാൽ എന്താണ്? അക്രോസ് നേരെ ഫില്ല് ചെയ്യാണ് വേണ്ടത് അല്ലെ? നേരെ അങ്ങോട്ട് ഫില്ല് ചെയ്യുക റൈറ്റിലോട്ട്. ഓക്കെ, അപ്പൊ നമ്പർ 1 കൊടുത്തിട്ടുണ്ട്. അവിടെ കുറച്ച് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ? ഓക്കെ, എന്താണ് ഫസ്റ്റ് ലെറ്റർ നമ്പർ 1-ല്? നമ്പർ 1-ൽ എസ് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ? അപ്പോ എസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നെയിം ആണ് അവിടെ വരിക. എസ് ഉണ്ട്, ദെൻ ഇയും കൊടുത്തിട്ടുണ്ട് അല്ലെ? എസ് ഇ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇത് നമ്മൾ പറഞ്ഞു കുറെ ഇൻവെൻഷൻസ് ആണ് ഇവിടെ ഉള്ളത്. കുറെ ഇൻവെൻഷൻസ് ആണ്, കുറെ ഇയറില് ഓരോരുത്തരും നടത്തിയിട്ടുള്ള ഇൻവെൻഷൻസ് ആണിത്. അപ്പോ 1769-ല് ജെയിംസ് വാട്ട് ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻവെൻഷൻ ഉണ്ട്. അത് എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോ നമ്പർ 1 എസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അക്രോസ് ആണത്. അക്രോസ് ആണ് നമ്മളത് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായോ എന്താണെന്ന്? എന്താ ചെയ്യണ്ടേന്ന് മനസ്സിലായോ? ഓക്കെ, ശ്രീദേവിന് മനസ്സിലായി അല്ലെ? ശ്രീദേവ് ഒന്ന് പറഞ്ഞു മോനെ, എന്താണ് ചെയ്യേണ്ടത് നമ്മള്? ഓക്കെ, എന്താണ് മോനെ? സ്റ്റീം എഞ്ചിൻ. ഓക്കെ, സ്റ്റീം എഞ്ചിൻ ആണ് ആൻസർ. അപ്പോ നമ്മൾ ഒന്ന് എഴുതിയെടുത്തതെന്ന് റൈറ്റിലോട്ട് അക്രോസ് ആയിട്ട് അത് ഫില്ല് ചെയ്യാം. എസ് അവിടെ ഉണ്ട് ഓൾറെഡി. എസ് അവിടെ റൈറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ? എസ് ഉണ്ട്. ദെൻ ടി, സ്റ്റീം എഞ്ചിൻ എന്നുള്ളത് നമ്മൾ അവിടെ എഴുതാണ് വേണ്ടത്. എസ് ടി. നെക്സ്റ്റ് നോക്കുക, ഇ ഉണ്ട്. ഇ അവിടെ ഓൾറെഡി അവിടെ റൈറ്റ് ചെയ്തിട്ടുണ്ട്. എസ് ടി ഇ എ എം ഇ, ടീം. Then ENGINE, steam engine. Okay, അപ്പോ സ്റ്റീം എഞ്ചിൻ ഒരു ഇൻവെൻഷൻ ആണ്. അതിന്റെ ഇൻവെന്റർ ജെയിംസ് വാട്ട് ആണ്. അപ്പോ സ്റ്റീം എഞ്ചിൻ ഫൗണ്ട് ചെയ്തിട്ടുള്ളത് ജെയിംസ് വാട്ട് ആണ്. ഇസ് എ മെക്കാനിക്കൽ എഞ്ചിനീയർ. ജെയിംസ് വാട്ട് ഇസ് എ മെക്കാനിക്കൽ engineer. Okay,
founded the steam engine. James Watt is a mechanical engineer. He founded the steam engine. Steam engine ആരാണ് ഫൗണ്ട് ചെയ്തതെന്നാണ് താഴെ കൊടുത്തിട്ടുള്ളത്. Number 1. Number 1 is across James Watt in 1769. Okay. James Watt ആണ് 1769 steam engine കണ്ടുപിടിച്ചിട്ടുള്ളത്. Okay. മനസ്സിലായോ? അപ്പോ നമ്മളിപ്പോ അത് മുഴുവൻ ഫില്ല് ചെയ്യുക. അതിനെ കുറിച്ച് നമ്മൾക്ക് കൂടുതലായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ വേർഡ് പസിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കുക, സ്റ്റീം എൻജിൻ അക്രോസ് ഉള്ള ആ കോളംസ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്തു അല്ലെ. സ്റ്റീം എൻജിൻ STEAMENGINE സ്റ്റീം എൻജിൻ. ഓക്കെ, എല്ലാവരും എഴുതിയോ? അത് അക്രോസ് ആണ് എഴുതേണ്ടത് കേട്ടോ. നേരെയാണ് അത് എഴുതേണ്ടത്. ഓക്കെ, ദേവാഞ്ജന എഴുതിയ മോളെ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് വൺ അല്ലെ. നമ്പർ 3 ആണ് അക്രോസിൽ അടുത്തത് വരുന്നത് അല്ലെ. ജെയിംസ് സ്റ്റീവ 1892. ജെയിംസ് സ്റ്റീവ 1892 ഫൗണ്ട് ചെയ്തിട്ടുള്ള ഇൻവെൻഷൻ. ജെയിംസ് സ്റ്റീവ 1892 ഫൗണ്ട് ചെയ്ത ഇൻവെൻഷൻ എന്താണെന്നാണ് നമ്മൾ നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ഓക്കെ, അപ്പോ ജെയിംസ് സ്റ്റീവ 1892 എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്പർ 2 ആണല്ലേ, സോറി നമ്പർ 3 ആണല്ലേ അക്രോസ്. അതായത് നമ്പർ 3 കണ്ടോ? നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള പസിലില് നമ്പർ 3 എഴുതിയിരിക്കുന്നത് കണ്ടോ? എസിന്റെ നമ്പർ 1ന്റെ താഴെ അക്രോസ് വരുന്നത് നമ്പർ 3 ആണ്. ഓക്കെ, അപ്പോ നമ്പർ 3 നോക്കുക. നമ്പർ 3യില് എന്താണ് എഴുതേണ്ടത്? അപ്പോ ജെയിംസ് സ്റ്റീവ ഈസ് എന്താണ് ഫൗണ്ട് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. 1892 വാട്ട് ഫൗണ്ടഡ് ബൈ ദ ജെയിംസ് സ്റ്റീവ. ജെയിംസ് സ്റ്റീവ 1892 എന്താണ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അവിടെ നോക്കുക, ഫസ്റ്റ് ലെറ്റർ വി ആണ്. ഷുവർ, വി അവിടെ അവർ കൊടുത്തിട്ടുണ്ട്. ഷുവർ വി. ഓക്കെ, ദെൻ സിയും കൊടുത്തിട്ടുണ്ട് അല്ലെ. സി ഉണ്ട്. ഓക്കെ, അപ്പൊ വി വരുന്നുണ്ട്, സി വരുന്നുണ്ട്, ലാസ്റ്റ് കെ ആണ്. വിയിൽ സ്റ്റാർട്ട് ചെയ്ത് കെയിൽ എൻഡ് ചെയ്യുന്ന ഒരു ഇൻവെൻഷൻ ആണ് അത്. വാട്ട് ഈസ് ദാറ്റ്? ഹു ക്യാൻ സേ? ഓക്കെ, ശ്രീദേവിന് അറിയാം അല്ലെ. ഓക്കെ, ശ്രീദേവ് പറഞ്ഞോളൂ മോനെ. വാട്ട് ഈസ് ദാറ്റ്? Flask. Wacom flask. Okay, right. That is Wacom flask. It's founded by James Stewa in 1892. Okay, അവിടെ എഴുതുക Wacom flask. VAC. C അവിടെ ഉണ്ടല്ലേ. V കഴിഞ്ഞ ഉടനെ A എഴുതുക. VAC അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. CUUM Wacom. Okay, VACC. Sorry, double U, VACUUM Wacom flask. Okay, V എഴുതുക, A C U U M, F അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. FLASK flask. Okay, Wacom flask. Got it? എഴുതിയോ? 3 ആണ് അക്രോസ് ആണ് ഫിൽ ചെയ്യേണ്ടത്. Wacom flask. Okay, VACWUMFLASK flask. Okay, മുഹമ്മദ് ഷാഫി എഴുതിയോ മോനെ? ഓക്കെ, ഇതുവരെ എന്തെങ്കിലും ആർക്കെങ്കിലും കിട്ടാനുണ്ടോ? ഇപ്പൊ എനി ഡൗട്ട്? ഇല്ലല്ലോ. ക്ലിയർ? സെബ എഴുതിയോ മോളെ? ക്ലിയർ? ഇഫ് എനി ഡൗട്ട്, എനിബഡി? ഓക്കെ, ക്ലിയർ ആയില്ലേ? നമ്പർ 1 അക്രോസ് ആണ്. is founded by James Watt in 1769. 1769 ജെയിംസ് വാട്ട് എന്താണ് ഫൗണ്ട് ചെയ്തിരിക്കുന്നതാണ് നമ്പർ 1. അത് നമ്മൾ എഴുതി. സ്റ്റീം എൻജിൻ, STEAMENGINE സ്റ്റീം എൻജിൻ. ദെൻ വരുന്നത് നമ്പർ 3 ആണ് അല്ലെ. ജെയിംസ് സ്റ്റീവ. വാട്ട് is founded by James Stewa in 1892.
1892 ജെയിംസ് ഡ്യുവ എന്താണ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത് ചോദിക്കുന്നത്. അതിന്റെ ആൻസർ എഴുതി നമ്മൾ വാക്വം പ്ലസ് VACWMFLASK. ഓക്കെ, എല്ലാവരും എഴുതിയില്ലേ? സിനാൻ ആൻഡ് അഷിന് എനിക്ക് തോന്നുന്നു എന്തോ റേഞ്ച് പ്രോബ്ലം ഉണ്ടെന്ന്. ബട്ട് സിനാൻ പ്ലീസ് സ്റ്റാർട്ട് യുവർ വീഡിയോ. ഓക്കെ, എല്ലാവരും വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് മാത്രം ക്ലാസ്സിൽ ഇരിക്കുക. ഓക്കെ, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടേ പറ്റൂ. സിനാൻ എഴുതിയോ മോനെ? വൈ ആർ യു ഓഫ് യുവർ വീഡിയോ? ഓക്കെ, ഓഫ് ചെയ്യരുത്. ഓക്കെ, അപ്പോ നമ്പർ 1 നമ്മൾ എഴുതി. സ്റ്റീം എൻജിൻ എഴുതിയില്ലേ മോള്? നെക്സ്റ്റ് വരുന്നതാണ് വാക്വം ഫ്ലാസ്ക് നമ്പർ 3. ദെൻ നോക്കുക നമ്പർ 5 എലിയാസ് ഹൗ 1846. എലിയാസ് ഹൗ എന്താണ് ഫൗണ്ട് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുന്നത്. നമ്പർ 5 അവിടെ കുറച്ച് ലെറ്റേഴ്സ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അല്ലേ? കൃപ, what's the problem മോളെ? If any problem? No? Okay. Appo number 5 Elias Howe in 1846. What is founded by him? Number 5 ആണ്. Across ആണ് നമ്മൾ fill ചെയ്യേണ്ടത്. Okay. Number 5 across. Number 5 നോക്കുക. Number 5 കണ്ടില്ലേ? First start ചെയ്യുന്നത് S ആണ് അല്ലേ? The first letter is S. What was the invention? Who can say? ആർക്കറിയാം? Okay, കൃപ. Okay, ശ്രീദേവ്, നമുക്ക് കൃപയോട് ചോദിക്കാം അല്ലേ? കൃപ, എന്താണ് മോളെ ആൻസർ? Sewing machine. Okay, sewing machine. That is നമ്മുടെ തയ്യൽ മെഷീൻ ഉണ്ടല്ലേ? മുൻപേ ഉള്ള പഴയ ടൈപ്പ് ആണ് അല്ലേ അത്? sewing machine. Okay. SEWING എഴുതാ. SEWI അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലേ? അപ്പൊ എസ് കഴിഞ്ഞ ഉടനെ നമ്മൾ ഇ എഴുതുക, ഡബ്ല്യു എഴുതുക. SEW. അശ്വിൻ എഴുതിയോ മോനെ? എഴുതിയോ? ഓക്കെ. സ്പെല്ലിങ് തെറ്റിക്കരുത്, കറക്റ്റ് ആയിട്ട് തന്നെ എഴുതുക. SEWING swing machine. MEC അവിടെ ഓൾറെഡി ഉണ്ടല്ലേ? CHIN E അവിടെ കൊടുത്തിട്ടുണ്ട്. SEWING MECHINE. ഓക്കെ, swing machine. Sinan, what are you doing there? എഴുതിയോ? ഓക്കെ ഓക്കെ ഓക്കെ, എഴുതുക. SEWING MECHINE അവിടെ ഓൾറെഡി ഉണ്ടല്ലേ? ഇഫ് എനി ഡൗട്ട്, കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ വേർഡ് പസില്? എന്താണ് നിഹാൽ, മുഹമ്മദ് നിഹാൽ, വാട്ട്സ് ദ പ്രോബ്ലം? പറഞ്ഞോളൂ മോനെ. SEWING swing ING. Okay. MECHINE machine. Okay. Clear? ശ്രദ്ധിക്കുക. SEWING MECHINE. Okay. Clear? Okay, Muhammad, is it clear? Yes. Okay. Aaron ke aji fill ചെയ്തില്ലേ മോനെ? If any doubt? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മോനെ? ഓക്കെ ഓക്കെ. സ്പെല്ലിങ് അഥവാ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ചോദിക്കുക. സൂര്യദേവ് ഓക്കെ അല്ലേ? ഓക്കെ. ക്രിസ്റ്റി സിൻഡോ എഴുതിയില്ലേ മോനെ? ക്രിസ്റ്റി ഓക്കെ. ആർക്കെങ്കിലും? ആദിദേവ് ഓക്കെ അല്ലേ? ഓക്കെ. ആൻഡ്രോസ് ഓക്കെ അല്ലേ മോളെ? ഇഫ് എനി ഡൗട്ട്? ദേവാഞ്ജന എഴുതിയില്ലേ മോളെ?
ഷെഫി, why are you so gloomy today? എന്താണ് ഷെഫി, മഴ ആയതുകൊണ്ടാണോ? അല്ലാണ്ട് ഗ്ലൂമി ആയിരിക്കുന്നു? ഓക്കെ, നല്ല സ്മൈലൊക്കെ ചെയ്തിരിക്കുക, എന്നാലേ കാണാൻ ഒരു ഭംഗിയുള്ളൂ. ഓക്കെ ഓക്കെ. സിനാൻ, അശ്വിൻ എല്ലാവരും എഴുതിയില്ലേ? കൃപ എഴുതിയില്ലേ മോളെ? ക്ലിയർ? ഓക്കെ. എബിൻ, ബിജു എഴുതിയോ മോനെ? ഇഫ് എനി പ്രോബ്ലം? ഓക്കെ. അപ്പോ എഴുതാ, എലിയാസ് ഹോവെ ഈസ് ഫൗണ്ടഡ് ബൈ സ്വിംഗ് മെഷീൻ. ഓക്കെ, സ്വിംഗ് മെഷീൻ ആണ് എലിയാസ് ഹോവെ 1846 ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 1846. ഓക്കെ, അപ്പൊ നമ്മള് നമ്പർ 1 എഴുതി. ഈസ് ജെയിംസ് വാട്ട് 1769 ഈസ് ഫൗണ്ടഡ് ദ സ്റ്റീം എൻജിൻ. ഓക്കെ, നമ്പർ 3 James Stewart in 1892 is founded by the Wacom Flask. Then number 5 Elias Howe in 1846 is founded by the swing machine. Okay, then number 8 Carl Benz. Okay, number 8 ആണ് next across നമുക്ക് ചെയ്യാനുള്ളത്. across ആണല്ലേ? അപ്പോ Carl Benz 1882. Okay, അപ്പോ 1882 കാൾ ബെൻസ് എന്താണ് ഫൗണ്ട് ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആർക്കറിയാം ആൻസർ? വാട്ട്സ് ദ ആൻസർ? നോക്കാം, ഇറ്റ്സ് വെരി സിമ്പിൾ. എം അവിടെ കൊടുത്തിട്ടുണ്ട്, നെക്സ്റ്റ് ഒ കൊടുത്തിട്ടുണ്ട്, എ കൊടുത്തിട്ടുണ്ട്. എം ഒ എ ഇത്രയും ലെറ്റേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? എബിൻ ബിജുവിന് അറിയാം അല്ലെ മോനെ? എബിൻ ഓക്കെ, പറഞ്ഞു മോനെ. എബിൻ അൺമ്യൂട്ട് ചെയ്യ്. Teacher, motor car. Okay, very good. That was motor car is founded by the Carl Benz in 1888. Okay, motor car ആണത്. M അവിടെ ഓൾറെഡി ഉണ്ട്. O എഴുതുക, T എഴുതുക, then O അവിടെ ഉണ്ട്, then next R എഴുതുക, C എഴുതുക, A എഴുതുക, A അവിടെ ഉണ്ട്, then already R. Car, motor car. Is it motor car? Okay, M O T O R C A R. ഓൾറെഡി എം അവിടെ ഉണ്ട്, നെക്സ്റ്റ് O എഴുതുക, T എഴുതുക, then വീണ്ടും O അവിടെ ഉണ്ട് അല്ലേ? then R, മോട്ടോർ കാർ. C എഴുതുക, A ഓൾറെഡി ഉണ്ട്, then R എഴുതുക. ഓക്കെ, മോട്ടോർ കാർ. ഓക്കെ, ക്ലിയർ? ഓക്കെ, എഴുതിയ എല്ലാവരും? മോട്ടോർ കാർ is founded by Carl Benz in 1888. ഓക്കെ, 1888 അല്ലേ? Carl Benz 1888 Carl Benz is founded by the motor car in 1888. Okay, 1888. Okay, എഴുതിയോ? Carl Benz motor car. Okay, motor car 8 across. Okay, number 1 നമ്മൾ അപ്പോൾ ചെയ്തു, steam engine. number 3 vacuum flask. number 5 swing machine. number 8 Carl Benz 1888 motor car. Okay, clear? MOTORCAR. Ashin, if any problem, Ashin? എഴുതിയില്ലേ Ashin? Okay, is it motor car? Okay, then നോക്കാം. ഇനി ഡൗൺ ആണ് നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത് അല്ലേ? നമ്മള് അക്രോസ് എല്ലാം ചെയ്തു. നെക്സ്റ്റ് വൺ ഈസ് ഡൗൺ. ഓക്കെ, അക്രോസ് ഉള്ളത് നമ്മളെല്ലാം ഫില്ല് ചെയ്തു. ഇപ്പൊ ഏകദേശം ഒരു പസിലിന്റെ നമുക്ക് കിട്ടി അല്ലേ? ഒരു വേർഡ് പസിൽ ഏകദേശം നമുക്ക് ഫില്ല് ചെയ്തു. ഇനി നമുക്ക് ഡൗൺ ചെയ്യാം അല്ലേ? നോക്കാം. നമ്പർ 2 ഹെൻറി സീലി 1882 ഹെൻറി സീലി എന്താണ് ഫൗണ്ട് ചെയ്തത് എന്നാണ് എഴുതേണ്ടത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇവിടെ ഇൻവെന്റേഴ്സും ഇൻവെൻഷൻസും ആണ് തന്നിട്ടുള്ളത്. കണ്ടുപിടുത്തങ്ങളും കണ്ടുപിടിച്ച ആൾക്കാരും അല്ലെ? ഇൻവെൻഷൻസ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ന്യൂ ടെക്നിക്സ് ഒക്കെ വെച്ചിട്ടുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് ഇൻവെൻഷൻസ്. ഓക്കെ, ഇൻവെൻഷൻസ്
ആണ്, ഇൻവെന്റേഴ്സും ആണ്. ഇൻവെന്റേഴ്സിന്റെ നെയിം ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇൻവെൻഷൻസ് ആണ് നമ്മൾ ഫിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ ഹെൻറി സീലി ഇൻ 1882. നമ്പർ 2 ഈസ് ഹെൻറി സീലി ഇൻ 1882. ദേവാഞ്ജന മോളെ നമ്പർ 8 കിട്ടിയില്ലേ മോളെ? കോൾബൻ എഴുതിയോ? മോട്ടോർ കാർ. ദേവാഞ്ജന ഇടയ്ക്ക് കട്ടായി പോയി തോന്നുന്നു, എഴുതിയില്ല അല്ലേ? ഓക്കെ, നമ്പർ 8 നമ്മൾ എഴുതുക. എലിയാസ് ഹോവേന്റെ സ്വിംഗ് മെഷീൻ വരെ എഴുതിയില്ലേ? പ്ലീസ് വെയിറ്റ് എ സെക്കൻഡ്. സ്വിംഗ് മെഷീൻ വരെ എഴുതിയില്ലേ? നമ്പർ 5. ദെൻ നമ്പർ 8 എഴുതുക. അക്രോസ്. അക്രോസ് എഴുതേണ്ടത് മോട്ടോർ കാർ ആണ്. നോക്കുക, നമ്പർ 8 നോക്കുക. എം അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഒ ടി ദെൻ ഒ കൊടുത്തിട്ടുണ്ട്. ആർ സി എ കൊടുത്തിട്ടുണ്ട്. ആർ മോട്ടോർ കാർ. നമ്പർ 8 ഈസ് മോട്ടോർ കാർ. ഓക്കെ, ദെൻ നമ്മൾ ഇനി ഡൗൺ ആണ് നോക്കുന്നത് അല്ലെ? നമ്പർ 2 ഹെൻറി സീലി ഡൗൺ ആണ് നമ്മൾ ഫിൽ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ നോക്കുക. നമ്പർ 2 ഡൗൺ. ഫസ്റ്റ് ലെറ്റർ ഈസ് ഇ ആണ് അല്ലെ? നമ്പർ 2 ഇനി താഴോട്ടാണ് കേട്ടോ. നമ്മൾ ഇത്ര ടൈം നമ്മൾ ചെയ്തത് അക്രോസ് ആണ്. അക്രോസ്. ഇനി നമ്മൾ താഴോട്ടാണ് ഫിൽ ചെയ്യേണ്ടത്. ഡൗൺ. ഓക്കെ, ആ ഡൗൺ ഉള്ളത് ഒന്ന് നോക്കുക. ഹെൻറി സീലി 1882. ഓക്കെ, എല്ലാവരും നോക്കിയോ? ഫസ്റ്റ് ലെറ്റർ ഇ ആണ് അല്ലെ? ടീം എൻജിൻ എഴുതിയതിന്റെ ഇയിലാണ് നമ്പർ 2 ഉള്ളത് അല്ലെ? അപ്പൊ ഇയിലാണ് ഉള്ളത്. ഇ അവിടെ ഉണ്ട്. ദെൻ നോക്കാം, താഴെ സി ഉണ്ട് അല്ലെ? വാക്വം ഫ്ലാസ്ക് എഴുതിയതില് ഒരു സി വരുന്നുണ്ട് അല്ലെ? ഇ ഉണ്ട്, സി ഉണ്ട്. ദെൻ സ്വിംഗ് മെഷീന്റെ അടുത്ത് ഐ ഉണ്ട് അല്ലെ? ഐ ഉണ്ട്. ദെൻ താഴെ മോട്ടോർ കാറിന്റെ ഓ ഉണ്ട് അല്ലെ? താഴോട്ട് നോക്കുക. ഏതൊക്കെ ലെറ്റേഴ്സ് അവിടെ ഉണ്ട്? ഏതൊക്കെ ലെറ്റേഴ്സ് ഉണ്ട്? സെബ അൺമ്യൂട്ട് ചെയ്ത മോളെ. എന്തൊക്കെ ലെറ്റേഴ്സ് ആണ് മോളെ അതിലുള്ളത്? ഇപ്പോ നമ്മള് അക്രോസ് ഒക്കെ ഫില്ല് ചെയ്തപ്പോ കുറച്ച് ലെറ്റേഴ്സ് അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് അല്ലെ? ഈ ഓൾറെഡി അവരവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മള് വാക്വം ഫ്ലാസ്കും സ്വിംഗ് മെഷീനും മോട്ടോർ കാറും ഒക്കെ എഴുതിയപ്പോ കുറച്ച് ലെറ്റേഴ്സ് കൂടി ആ കോളത്തിൽ ഫിൽ ആയിട്ടുണ്ട്. ഓക്കെ സെബ, അതെന്തൊക്കെയാണെന്ന് പറയും മോളെ? നമ്പർ 2 ഈസ് ഡൗൺ. ഇ ഉണ്ട്, സി ഉണ്ട്, ഐ ഉണ്ട്, ഐ ഓ ഇത്രയും ലെറ്റേഴ്സ് അവിടെ ഉണ്ട് അല്ലെ? ഓക്കെ മോളെ. അപ്പോ നമ്പർ 2 ഡൗൺ ഹെൻറി സീലിയാണ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത് 1882 കൃപ, we are discussing about number 2 ഹെൻറി സീലി. ഓക്കെ, നോക്കാം മോളെ. ഹെൻറി സീലി is down. ഓക്കെ, ഡൗൺവേർഡ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഹെൻറി സീലി 1882 വിച്ച് ഇൻവെൻഷൻസ് ആണ്? ഏത് ഇൻവെൻഷൻസ് ആണ് 1882 ഹെൻറി സീലി ഫൗണ്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്പർ 2 ഈസ് ഡൗൺ. ഫസ്റ്റ് ലെറ്റർ ഇ ആണ്. ഇയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആർക്കറിയാം? ശ്രീദേവിന് അറിയാം അല്ലെ? ശ്രീദേവ്. ഓക്കെ, ശ്രീദേവ് പറയുന്നുണ്ട്. ആദിദേവ് എന്താണ് മോനെ ഇന്നൊന്നും ഉണ്ടാത്തത്? ആദിദേവ് ഇലക്ട്രിക് അയൺ. ഇലക്ട്രിക് അയൺ. ഓക്കെ, റൈറ്റ് ആൻസർ. ഇലക്ട്രിക് അയൺ ആണ് ആൻസർ. ഓക്കെ, അപ്പോ ഹെൻറി സീലി 1882 എന്താണ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ആണ് നമ്മൾ അവിടെ ഫിൽ ചെയ്യേണ്ടത്. ദാറ്റ് വാസ് ഇലക്ട്രിക് അയൺ. ഇ അവിടെ ഓൾറെഡി ഉണ്ട്. നെക്സ്റ്റ് ELE എഴുതുക. ഇ എഴുതുക. ഓൾറെഡി ഇ ഉണ്ട്. ദ നെക്സ്റ്റ് ലെറ്റർ ഈസ് L. ELE. ഓക്കെ, ELE ഇലക്ട്രിക്. അറിയില്ലേ? ഇലക്ട്രിക് എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് അറിയില്ലേ? ELE. സി ഓൾറെഡി ഉണ്ട് അല്ലെ? വാക്വം ഫ്ലാസ്കിന്റെ സി അവിടെ ഉണ്ട്. ELE. C TRI ഓൾറെഡി ഉണ്ട്. C ഇലക്ട്രിക്. ELEC. TRIC എഴുതുക. ഇലക്ട്രിക്. ഓക്കെ, ELE. CTRIC ഇലക്ട്രിക്. ഓക്കെ, ഇ അവിടെ ഉണ്ട്. LE. C അവിടെ ഉണ്ട്. ദെൻ നെക്സ്റ്റ് ടി എഴുതുക. R I അവിടെ ഉണ്ട്. ദെൻ
IRON. Okay, electric എഴുതിയോ? iron. IRO already അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? N. Electric iron. ELECTRICIRON. Okay, electric iron. fill ചെയ്തോ എല്ലാവരും? electric iron. ആരോൺ, എബിൻ എല്ലാവരും ചെയ്തോ? ഓക്കെ, സ്പെല്ലിംഗ് തെറ്റിക്കരുത്. ഇലക്ട്രിക് അയൺ ദേവാഞ്ജലി ചെയ്തോ മോളെ? ഓക്കെ ഓക്കെ, കൃപ ചെയ്തില്ലേ? ഷെഫി ചെയ്തില്ലേ മോളെ? ഷെഫി ഓക്കെ, സെബ ഓക്കെ അല്ലേ? ഇപ്പൊ എനി പ്രോബ്ലം? എന്തെങ്കിലും സ്പെല്ലിംഗ് കിട്ടാത്തതുണ്ടെങ്കിൽ ഒക്കെ ചോദിക്കുക. സിനാൻ, is it clear? Okay, Muhammad Shamil, are you writing? Okay, then നോക്ക number 2, ഹെൻറി സീലി in 1882 അല്ലേ? 1882 ഹെൻറി സീലി എന്താണ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ ഇലക്ട്രിക് അയൺ ആണ്. ഓക്കെ, ഇലക്ട്രിക് അയൺ. Then number 4. Number 4 ആണ് ഇനി നമുക്ക് ഫിൽ ചെയ്യാനുള്ളത്. Number 4 is down. Number 4 down എന്താണ് ചെയ്യേണ്ടത് എന്നാണ് അല്ലേ? Wright brothers. Wright brothers inventors ആണ് അവര്. Wright brothers are inventors. Orville and Wilbur. Their name is Orville Wright and Wilbur Wright. They are two brothers. Okay, Orville Wright and Wilbur Wright. They അവരെ നമ്മള് famous by Wright brothers, Orville and Wilbur. That's the name. Orville and Wilbur. That was name. അവരുടെ name ആണത്. Orville and Wilbur. They are brothers. Okay. അവരെ mainly അറിയുന്നത് എന്താണ്? Wright brothers. Wright brothers എന്നാണ് അവരെ ഫേമസ് ആയിട്ടുള്ളത് അല്ലേ? അത് നമുക്ക് മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയുന്ന ആൻസേഴ്സ് ആണ് അല്ലെ? Wright brothers എന്താണ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത് in 1903 അല്ലെ? 1903 അവര് Wright brothers. Their name is Orville Wright and Wilbur Wright. They are famous by Wright brothers. Wright brothers എന്നാണ് അവരെ ഫെമിലിയർ ആയിട്ടുള്ളത്. അപ്പൊ അവര് ഫൗണ്ട് ചെയ്തത് എന്താണെന്നാണ് ചോദിക്കുന്നത്. അശ്വിൻ, what's the answer? അൺമ്യൂട്ട് ചെയ്തോ മോനെ. Aeroplane. Okay, it was the right answer. Aeroplane ആണ് answer. Sinan, what are you doing there? Listen, okay? Don't cover your face, okay? Then നോക്ക, number 4 is down. Downward നമ്മൾ fill ചെയ്യാം. What is that? Aeroplane. Okay, Wright brothers ആണ് aeroplane found ചെയ്ത്. കണ്ടില്ലേ, ഒരു പിക്ചർ ഉണ്ടല്ലേ ഇവിടെ? അതാണ് ഫസ്റ്റ് എയറോപ്ലെയിൻ ആണല്ലേ ഇത്? ആദ്യത്തെ എയറോപ്ലെയിൻ ആണ് founded by Wright brothers is Orville Wright and Wilbur Wright. Okay, that was the name. Orville and Wilbur, they are brothers. They mainly known as Wright brothers. Okay, they founded by aeroplane. A already ഇല്ല അല്ലേ? Then number 4 നോക്കുക. Downward ആണ് number 4. A എഴുതുക. 4 എഴുതിയ കോളം കണ്ടില്ലേ ദേവാഞ്ജന? എഴുതിയ മോളെ? 4 എഴുതിയിട്ടുണ്ട് അവിടെ. അപ്പൊ അതിൽ നമ്മൾ A എഴുതുക. നെക്സ്റ്റ് ലെറ്റർ ഈസ് E. E ഓൾറെഡി റൈറ്റ് ചെയ്യണം. E ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. AEROPLANE. That was aeroplane. AEROPLANE. അതാണ് aeroplane. Number 4 is founded by Wright brothers. That was aeroplane. Okay, that was aeroplane is founded by Wright brothers. Okay, aeroplane. Okay, is it clear everybody? If any doubt? Is it clear? Okay, it was very simple. Okay, we know that already. Wright brothers was founded by the aeroplane in 1903. They normally known as Wright brothers. Their original name is Orville and Wilbur. Orville Wright and Wilbur Wright. Okay, they mainly known as Wright brothers. Okay,
Wright brothers is founded by the aeroplane in 1903. Okay, 1903 aeroplane found ചെയ്തിട്ടുള്ളത്. They are the brothers Orville Wright and Wilbur Wright. Okay, Wilbur and Orville. Then number 6 is downward. Now downward number 6 നോക്കുക. റൈറ്റ് സൈഡിലാണുള്ളത് അല്ലെ നമ്പർ 6. നമ്മൾ നേരത്തെ സ്വിംഗ് മെഷീൻ ഫിൽ ചെയ്തു. അതിന്റെ താഴെയായിട്ടാണ് എന്താണുള്ളത് നമ്പർ 6 ഉണ്ട് അല്ലെ. നമ്പർ 6 is George Eastman. George Eastman is 1888. 1888 George Eastman what was founded by him എന്നാണ് question. Which invention ആണ് എന്നുള്ളതാണ് question. Number 6 is downward. നോക്കുക already C put it on there. C അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ already. Then അതെന്താണ് answer? Who can say what is founded by George Eastman in 1888? ആർക്കും അറിയില്ല. ആദിദേവ്, do you know that? No? അവര് നോക്കൂ ഇനി നമ്മൾ ഫില്ല് ചെയ്യാൻ എന്താ ഓൺലി 2 is remaining there. Only 2 ആണ് ഇനി അവിടെ റിമൈനിങ് ആയിട്ടുള്ളത് അല്ലേ. Only 2. അപ്പൊ നോക്കുക നമ്മൾ സ്റ്റീം എഞ്ചിൻ ചെയ്തു, വാക്വം ഫ്ലാസ്ക് ചെയ്തു, മോട്ടോർ കാർ ചെയ്തു, ഇലക്ട്രിക് അയൺ, then സ്വിംഗ് മെഷീൻ. Only 2 pictures are remaining there. What was that? 2 pictures ആണ് ഇവിടെ ബാലൻസ് ഉള്ളത് അല്ലേ. നോക്കുക എല്ലാത്തിന്റെയും പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. നമ്മളപ്പോ സ്റ്റീം എഞ്ചിൻ ഫസ്റ്റ് ചെയ്തു, വാക്വം ഫ്ലാസ്ക് ചെയ്തു, മോട്ടോർ കാർ ചെയ്തു, ഇലക്ട്രിക് അയൺ നോക്കുക, സ്വിംഗ് മെഷീൻ ചെയ്തു, എയറോപ്ലെയിനും ചെയ്തു. ഓൺലി 2 pictures are remaining there. ശ്രീദേവ് എന്താണെന്ന് പറയുന്നുണ്ട് അല്ലെ ശ്രീദേവ്. അപ്പോ ജോർജ് ഈസ്റ്റ്മാൻ 1882 ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. വാട്ട് വാസ് ദാറ്റ്? ശരിയാണോന്ന് അറിയില്ല. ഇറ്റ്സ് നോ പ്രോബ്ലം, പറഞ്ഞോളൂ. ക്യാമറ. ഓക്കെ, ഇറ്റ് വാസ് ദ റൈറ്റ് ആൻസർ. വെരി ഗുഡ്. ക്യാമറയാണ് ആൻസർ. അപ്പോ നമുക്കറിയാമല്ലേ നമ്പർ 7 മാർക്കോണി ആണ് അല്ലേ. നമ്പർ 7 ഈസ് മാർക്കോണി. മാർക്കോണി ഫൗണ്ട് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാമല്ലേ. നമ്മള് പണ്ടേ പഠിക്കാറുണ്ടാവും അല്ലെ. മിക്കവാറും കേട്ടിട്ടുണ്ടാവും മാർക്കോണി എന്താണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് എന്ന്. ഒന്നും അറിയില്ലെങ്കിൽ ചിലപ്പോ നമുക്ക് അതറിയാം അല്ലെ. അപ്പൊ നോക്കുക നമ്പർ 6 ജോർജ് ഈസ്റ്റ്മാൻ in 1882 ഫൗണ്ട് ചെയ്ത ഇൻവെൻഷൻ ഈസ് ക്യാമറ. ഓക്കെ, CAMERA ക്യാമറ. ഓക്കെ, റൈറ്റ്. നമ്പർ 6 ഡൗൺവേർഡ് ആണ്. നമ്പർ 6 C ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട്. CAM ഉണ്ട്, ERA ക്യാമറ. ഓക്കെ, ക്യാമറ is founded by the George Eastman in 1882. ഓക്കെ, ക്ലിയർ? എഴുതിയ മോളെ? ദേവാഞ്ജന, കൃപ, ഷെഫി എല്ലാവരും എഴുതിയ? സിനാൻ. ഓക്കെ, ആരോൺ എഴുതിയില്ലേ മോനെ? ക്യാമറയാണ് കേട്ടോ. CAMERA ക്യാമറ. CAMERA ക്യാമറ. ഓക്കെ, സെബ, സെബ, if any doubt? ഓക്കെ, ആൻഡ്രോസ് എഴുതിയില്ലേ മോളെ? Why are you laughing? Listen here. Okay, don't talk with others on the time of class. Okay, please listen. Then number 6 നമ്മൾ എഴുതി അല്ലേ ക്യാമറ. Then number 7 only one is remaining there. Number 7 we already know that അല്ലേ. ആരാണ് ഇനി പറയാ? സൂര്യദേവ് പറഞ്ഞോളൂ മോനെ. നമ്പർ 7 what is that? G Marconi. Marconi is founded by 1902. What was that? That is Suryadev. Only one picture is remaining there. Radio. Okay, it was the right answer. Radio is founded by the G Marconi in 1902. Okay, 1902 മാർക്കോണി റേഡിയോ ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ എഴുതുക റേഡിയോ ഇസ് ദ ഇൻവെൻഷൻ ഓഫ് മാർക്കോണി. ഓക്കെ, മാർക്കോണിയുടെ ഇൻവെൻഷൻ ആണ് റേഡിയോ. അപ്പൊ നമ്പർ 7 ഈസ് ഡൗൺവേർഡ് റേഡിയോ. ആർ ഓൾറെഡി A അവിടെ കൊടുത്തിട്ടുണ്ട്. RADIO.
RADIO റേഡിയോ. ഓക്കെ, RADIO റേഡിയോ. ഓക്കെ, എഴുതിയില്ലേ? വേർഡ് പാത്തിൽ കംപ്ലീറ്റ് ചെയ്തില്ലേ? ഇഫ് എനി ഡൗട്ട്, ആർക്കെങ്കിലും ഉണ്ടോ എനി ഡൗട്ട്? നോ? ഓക്കെ. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് നിങ്ങളുടെ GK നമ്മൾ ഇതുവരെ നോട്ടിൽ എഴുതിയിട്ടില്ലേ? എഴുതിയില്ലേ? നമ്മൾ അന്ന് എന്തോ എഴുതിയില്ല? ഓക്കെ. അപ്പോ GK നോട്ടില് GKയില് ഈ ഇൻവെന്റേഴ്സ് എഴുതുക, ഇൻവെൻഷൻസ് എഴുതുക. 2 കോളം, 2 കോളം ആക്കുക. നമ്പർ ഫസ്റ്റ് എഴുതുക ഇൻവെന്റേഴ്സ്, നെക്സ്റ്റ് കോളത്തില് ഇൻവെൻഷൻസ്. ഓക്കെ, എന്നിട്ട് ഈ നെയിംസ് ഒക്കെ എഴുതുക. ജെയിംസ് വാട്ട് എഴുതുക. ഇൻവെന്റേഴ്സിന്റെ കോളത്തില് ഇവരുടെ നെയിം എഴുതുക. അതായത് 8 എണ്ണാണുള്ളത് അല്ലെ? ജെയിംസ് വാട്ട്, ജെയിംസ് തിവാർ, ഏലിയാസ് ഹോ, പോൾ ബെൻസൺ, ഹെൻറി സീലി, ഇങ്ങനെ ഇവരുടെ നെയിം എഴുതുക. ഇയറും എഴുതുക. ദെൻ നെക്സ്റ്റ് കോളത്തില് ഇൻവെൻഷൻസ് എഴുതുക. അതായത് ഫസ്റ്റ് കോളം ആണെങ്കിൽ ഇൻവെന്റേഴ്സ് എഴുതുക, അതിന്റെ ഇടയിൽ ജെയിംസ് വാട്ട് എഴുതുക, 76